വിജയനെതിരെ ആരോപണങ്ങളുടെ പെരുമഴ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പലതരം ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുകയാണ് സഹാക്കൾ. ഒരു സൈഡിൽ ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഇരുന്ന ക്യാപ്സ്യൂൾ തയ്യാറാക്കാനുള്ള തിരക്കിലാണ്. മറു സൈഡിൽ ചില സഹാക്കന്മാർക്ക് അല്ലെങ്കിൽ ചില നേതാക്കൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. കാരണം വീണയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. അത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരാളെ എന്തിന് സംരക്ഷിക്കണം എന്നുള്ള ചോദ്യമാണ് പല സഹാക്കളും ചോദിക്കുന്നത്. പക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. കാരണം പിണറായിയുടെ വാലിൻ തുമ്പിലാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ ജീവിതം. അതുകൊണ്ട് എന്തെങ്കിലും മിണ്ടിയാൽ ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് പിണറായി പറയുന്നത് എന്തും ഏറാൻ മുള്ളി അനുസരിക്കുക മാത്രമാണ് ഗോവിന്ദൻ മാസ്റ്ററിന് ചെയ്യാൻ കഴിയുക. അത് വീണ വിജയൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അതിനെതിരെ ഒരു കമാന്നൊരു അക്ഷരം മിണ്ടാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിയില്ല. ഇപ്പോൾ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ് വീണ വിജയൻ. അതായത് കേരള ഹൈക്കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി കിട്ടിയില്ലെങ്കിലോ KSIDCയോട് കേരള ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ വീണയെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ നേരെ കർണാടകയിലേക്ക് പോയി. ഇവിടെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇവിടെ സമർപ്പിച്ച ഹർജിയിൽ ഒരുപക്ഷെ സ്റ്റേ കിട്ടിയില്ലെങ്കിലോ SFIO എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഇറങ്ങിയാലോ ഒരുപക്ഷെ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും. അച്ഛനും തനിക്കും വല്ലാത്ത നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് കമ്പനി ബാംഗ്ലൂർ ആയതുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാം. ആവശ്യം SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം. ഇതിനായി SFIO ശേഖരിച്ച രേഖകളൊക്കെ തിരികെ ഹാജരാക്കണം. ഇതായിരുന്നു ആവശ്യം. പക്ഷേ കോടതി ഇതൊക്കെ നിരസിച്ചു. തൽക്കാലത്തേക്ക് സ്റ്റേ ഇല്ല. ഇനി വിധി വരുന്നത് വരെ, അതായത് ജനുവരി 26 ഈ കേസ് മാറ്റി അന്ന് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് വീണ വിജയന് കോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. എന്തായാലും ഇപ്പോൾ വീണ വിജയൻ ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ SFIO സമർപ്പിച്ച അഫിഡവിറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വീണ വിജയൻ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി തന്നെയാണ് കോടതിയെ SFIO അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പല തവണയാണ് വീണ വിജയന് എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട SFIO സമൻസ് അയച്ചിരിക്കുന്നത്. അതായത് 2020 മുതൽ ഇതിൻ്റെ ഈ പരാതിയിൽ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ക്രമക്കേട് പരാതിയിൽ SFIO അന്വേഷണത്തിലാണ്. സഹാക്കന്മാർ പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമോ മുഖ്യമന്ത്രിയെ കരുവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നതോ ഒന്നുമല്ല. ഇത് 2020 മുതൽ SFIO ഇതിൻ്റെ പിന്നിലാണ്. 2024 വരെ ഇതിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വീണ വിജയൻ നൽകിയ ഹർജിയിൽ SFIO കോടതിക്ക് സമർപ്പിച്ച അഫിഡവിറ്റിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട സമൻസ് അയച്ചിട്ടുണ്ട്. പലതവണ വിശദീകരണം ചോദിച്ചിട്ടും വീണ വിജയന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വിശദീകരണമോ ഒരു തരത്തിലുള്ള കാര്യങ്ങളോ വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളും SFIO കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ CMRൽ നിന്ന് മാസപ്പടിയായി 1.72 കോടി രൂപ എന്തിനു വാങ്ങിയെന്ന ചോദ്യത്തിനാണ് ഇതുവരെ വീണ വിജയൻ ഉത്തരം നൽകാത്തത്. ആ ചോദ്യമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വീണ വിജയൻ പറയുന്നത് അല്ലെങ്കിൽ സഹാക്കൾ പറയുന്നത് ആ പണത്തിന്, ആ CMRൽ നൽകിയ പണത്തിന് ഒരു സേവനം ചെയ്തു. യുവ സംരംഭകയാണ്, വലിയ പ്രഗത്ഭയാണ്, അതുകൊണ്ട് അവർ സേവനം ചെയ്തു. എന്ത് സേവനമാണ് എന്ന് പറയുന്നില്ല. ആ സേവനത്തിനാണ് കരിമണൽ കർത്ത 1.72 കോടി രൂപ കൊടുത്തത്. അതിന് GSTയും TDSും അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെ TDSും GSTയും അടച്ചിട്ടുണ്ട് എന്നുള്ളൊരു ക്യാപ്സ്യൂളാണ് സഹാക്കന്മാർ ഇക്കാര്യത്തിൽ ഇറക്കുന്നത്. എന്തായാലും വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സ്വയം കുഴി തോണ്ടുന്ന ഒരു രീതിയിലേക്കാണ് പോയത്. കാരണം SFIO കൃത്യമായ അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വീണ വിജയന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ SFIOക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് സ്റ്റേ ഇല്ല എന്നുള്ളതും SFIO ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണമെന്ന് വീണ വിജയനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സ്വയം കുഴി തോണ്ടി നാണം കെട്ടിരിക്കുകയാണ് വീണ വിജയൻ എന്ന പറയാതിരിക്കാൻ കഴിയില്ല. ആ റിട്ട് ഹർജിയുടെയും അഫിഡവിറ്റിൻ്റെയും ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അങ്ങനെ പുറത്തു വരുമ്പോൾ പലതവണ വീണയ്ക്ക് സമൻസ് അയച്ചെന്നും പലതവണ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വീണ വിജയനോട് ആരാഞ്ഞിട്ടും മറുപടിയൊന്നും കിട്ടിയിട്ടില്ല എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ പണി ഇരന്ന് വാങ്ങിയത് വീണ വിജയനാണെന്ന് പറയേണ്ടി വരും.